പ്രീത ഫ്രം അവേ മരിയ അക്കാഡമി ഏറ്റുമാനൂർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ OET ലെറ്റർ അല്ലെങ്കിൽ OET റൈറ്റിംഗ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റിയൊരു വേർഡ് പരിചയപ്പെടുത്താനാണ്. സബ്സിക്വൻ്റ്ലി ഇതൊരു അഡ്വേർബാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വരുന്നത് നോക്കുകയാണെങ്കിൽ പിന്നീട് അല്ലെങ്കിൽ അതിനുശേഷം, അതേ തുടർന്ന് എന്നൊക്കെ നമുക്ക് പറയേണ്ട ഒരു അവസരം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സബ്സിക്വൻ്റ്ലി. അതായത് ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു, അതേ തുടർന്ന് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു അതിനുശേഷം അത് ഇങ്ങനെയായി മാറി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയേണ്ടടുത്താണ് നമ്മൾ സബ്സിക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, മരിയ ഗോട്ട് എ ന്യൂ ജോബ് ആൻഡ് സബ്സിക്വൻ്റ്ലി മൂവ്ഡ് ടു ഇന്ത്യ. മരിയയ്ക്ക് പുതിയൊരു ജോബ് കിട്ടി, അതേ തുടർന്ന് അവൾ ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യുന്നു. അതേ തുടർന്ന് കിട്ടിയതിന് ശേഷം ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യുന്നു. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഷീ റിജക്റ്റഡ് ഹിസ് ഓഫർ ബട്ട് സബ്സിക്വൻ്റ്ലി എഗ്രീഡ്. അപ്പോൾ ആദ്യം അവൾ ഓഫർ റിജക്റ്റ് ചെയ്തു, അതിനുശേഷം അത് എഗ്രി ചെയ്തു. അപ്പോൾ ഇതേപോലെ അതേ തുടർന്ന് നടന്നൊരു കാര്യം അല്ലെങ്കിൽ അതിനുശേഷം സംഭവിച്ചൊരു കാര്യം ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്ക് സബ്സിക്വൻ്റ്ലി യൂസ് ചെയ്യാം. ഇനി നമുക്ക് OET ലെറ്ററിലെ 2 എക്സാമ്പിൾസ് നോക്കാം ഈ സബ്സിക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, he was diagnosed with atrial fibrillation on the admission and was subsequently prescribed warfarin. അതായത് ഏട്രിയൽ ഫിബ്രിലേഷൻ ഡയഗ്നോസ് ചെയ്തു അഡ്മിഷൻ്റെ സമയത്ത്, അതിനുശേഷം അല്ലെങ്കിൽ അതേ തുടർന്ന് വാഫാരിൻ പ്രിസ്ക്രൈബ് ചെയ്തു. രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കാം. ഹി വാസ് ഇനീഷ്യലി സസ്പെക്റ്റഡ് ടു ഹാവ് ഡിപ്രഷൻ ബട്ട് സബ്സിക്വൻ്റ്ലി ദിസ് പോസിബിലിറ്റി ഹാസ് ബീൻ റൂൾഡ് ഔട്ട്. അതായത് ഇനീഷ്യലി ഡിപ്രഷൻ ഉണ്ടെന്ന് സസ്പെക്റ്റ് ചെയ്തു, ബട്ട് സബ്സിക്വൻ്റ്ലി പക്ഷേ അതിനുശേഷം ആ ഒരു പോസിബിലിറ്റി റൂൾഡ് ഔട്ട് ചെയ്തു. അതായത് അതിനുശേഷം ആ ഒരു പോസിബിലിറ്റി അവോയ്ഡ് ചെയ്തു അല്ലെങ്കിൽ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഇതേപോലെ അതേ തുടർന്ന് നടന്നൊരു കാര്യം പറയാനായിട്ട് അല്ലെങ്കിൽ അതിനുശേഷം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സബ്സിക്വൻ്റ്ലി. ഇനി OETയിലെ ലെറ്ററൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വേർഡ് യൂസ് ചെയ്യാൻ കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.